വചനം 8 വാക്കർത്ഥം. വമിനന്നാസി മനുഷ്യരിലുണ്ട്, മയ്യുജാദിലു തർക്കിച്ചു വരുന്ന ചിലർ, ഫില്ലാഹി അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, ബിഗൈരി ഇൽമിൻ യാതൊരു അറിവും കൂടാതെ, വലാഹുദൻ ഒരു മാർഗദർശനമില്ലാതെയും, വലാ കിതാബിൻ ഒരു വേദഗ്രന്ഥമില്ലാതെയും, മുനീർ വെളിച്ചം നൽകുന്ന പ്രകാശം നൽകുന്ന. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. യാതൊരു അറിവാകട്ടെ, മാർഗദർശനമാകട്ടെ, വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥമാകട്ടെ ഒന്നും കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു വരുന്ന ചിലർ മനുഷ്യരിലുണ്ട്. വചനം 9 വാക്കർത്ഥം. സാനിയ തിരിച്ചവനായിക്കൊണ്ട്, എഴുത്തുഫിഹി അവൻ്റെ ഭാഗം, തോൾ അഥവാ ചുമൽ, ലിയുദില്ല വഴി പിഴപ്പിക്കുവാനായി, അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ലഹു അവനുണ്ട്, ഫിദ്ദുന്യ ഇഹലോകത്ത്, ഖിസ്യൊൻ നിന്യത നിന്യാവസ്ഥ അപമാനം, വനുദീഖുഹു അവന് നാം അനുഭവിപ്പിക്കുകയും ചെയ്യും, യൗമൽ ഖിയാമത്തി ഖിയാമത്തു നാളിൽ, അദാബൽ ഹരീഖ് ചുട്ടരിക്കുന്ന ശിക്ഷ. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുവാനായി അഹംഭാവപൂർവം ചുമൽഭാഗം തിരിച്ചുകൊണ്ടത്രേ അങ്ങനെ ചെയ്യുന്നത്. അവന് ഇഹലോകത്ത് നിന്യാവസ്ഥയുണ്ട്, ഖിയാമത്ത് നാളിൽ അവനു നാം ചുട്ടുകരിക്കുന്ന ശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വചനം 10 വാക്കർത്ഥം. ദാലിക അത്, ബിമാ ഖദ്ദമത് മുമ്പ് ചെയ്തു വച്ചത് കൊണ്ടാണ്, യദാക നിന്റെ 2 കൈകൾ, വ അന്നല്ലാഹ അല്ലാഹു ആണെന്നതും, ലൈസ അവൻ അല്ല എന്നുള്ളതും, ബിളല്ലാമിൻ ഒട്ടും അക്രമിക്കുന്നവൻ അനീതി ചെയ്യുന്നവൻ, ലിൽ അബീദ് അടിമകളെ അടിയാന്മാരോട്. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. അഹംഭാവപൂർവം തർക്കിക്കുന്നവനെ, നിന്റെ കൈകൾ മുമ്പ് ചെയ്തു വച്ചിട്ടുള്ളതും അള്ളാഹു അടിയാന്മാരോട് ഒട്ടും അനീതി ചെയ്യുന്നവൻ അല്ലെന്നുള്ളതും കൊണ്ടാണത് എന്ന് അവനോട് പറയപ്പെടും. 8, 9, 10 വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവരെ സംബന്ധിച്ച് 3-ാം വചനത്തിൻ്റെ വിവരണത്തിൽ ചിലതെല്ലാം പറഞ്ഞുവല്ലോ. യഥാർത്ഥവും ലക്ഷ്യവും കാട്ടിക്കൊടുത്താലും അത് സ്വീകരിക്കാതെ വല്ല മുടന്തൻ ന്യായങ്ങളിലും പറ്റിക്കൂടി തർക്കം നടത്തുക അവരുടെ പതിവായിരിക്കും. യുക്തവും സ്വീകാര്യവുമായ തെളിവിൻ്റെയോ പ്രവാചകന്മാർ മുഖേന ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെയോ വേദപ്രമാണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അവർക്കൊന്നും പറയുവാനുണ്ടായിരിക്കുകയില്ല. ചിന്താശൂന്യരായ ആളുകളെ കബളിപ്പിക്കുവാൻ മാത്രം പോരുന്ന ദുർന്യായങ്ങളും ധാർമ്മിക ബോധമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുവാൻ ഉതകുന്ന യുക്തിവാദങ്ങളുമായിരിക്കും അവരുടെ ആയുധം. ആകർഷകമായ വാക്കുകളും കൃത്രിമ പ്രയോഗങ്ങളും അവരുടെ പ്രചാരമാർഗങ്ങളുമായിരിക്കും. ഈ ദുർവൃത്തിയുടെ നേതൃത്വം വഹിക്കുന്നവരെക്കുറിച്ചാണ് 3-ാം വചനത്തിൽ ധിക്കാരശീലനായ പിശാച് അഥവാ ശൈത്വാനിം മരീദ് എന്നു പറഞ്ഞത്. ഇവരെ അനുകരിക്കുന്നവരെയും അതിൻ്റെ അനന്തരഫലത്തെയും സംബന്ധിച്ച് അവിടെ പ്രസ്താവിച്ചു. ആ നേതാക്കളെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. യാതൊരു അറിവും മാർഗദർശനവും വേദഗ്രന്ഥവും ഒന്നുമില്ലാതെ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധാർഹമാണ്. അള്ളാഹു സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ വകവയ്ക്കാതെ പരലോകം, മരണാനന്തര ജീവിതം, രക്ഷാശിക്ഷകൾ മുതലായവയെ
നിരാകരിക്കുന്നതു മാത്രം വമ്പിച്ച കുറ്റമാണ് എന്നല്ല ഈ വചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഖുർആനെയും നബിചര്യകളെയും അവഗണിച്ചുകൊണ്ട് അവയ്ക്കെതിരായി പ്രചാരവേലയും പരിശ്രമങ്ങളും നടത്തുന്ന നേതാക്കളുടെയും അവരെ അനുകരിച്ച് വഴിപിഴച്ചു പോകുന്ന അനുഗാമികളുടെയും ചെയ്തികൾ കൂടി ഈ വചനങ്ങളിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിനെതിരായി പ്രചാരവേല നടത്തുന്ന നേതാക്കൾക്ക് അതിൻ്റെ പിന്നിൽ ചില പ്രത്യേക താൽപ്പര്യങ്ങളും സ്വാർത്ഥങ്ങളും ഉണ്ടായിരിക്കുമെന്ന് സാധാരണക്കാർ ധരിച്ചിരിക്കേണ്ടതാണ്. അവർ തങ്ങളുടെ താൽക്കാലിക കാര്യലബ്ധിക്കായിട്ടാണ് സത്യം മൂടിവെക്കുന്നതെന്ന് അവർ ഓർക്കേണ്ടതുണ്ട്. ഒരു കവി പറഞ്ഞതെത്ര വാസ്തവം. വയാറുബ്ബ മുഖ്ഫിഉൽ ഖുതാ ഇൻദ ഖൗമിഹി ത്വരീഖ നജാത്തിൻ ഇൻദഹും മുസ്തവി നഹിജിൻ. സാരം: രക്ഷാമാർഗം ജനങ്ങളുടെ അടുക്കൽ തന്നെ ശരിക്ക് തെളിഞ്ഞു കിടപ്പുണ്ടായിട്ടും അതു ശ്രദ്ധിക്കാതെ എത്ര ആളുകളുടെ പിന്നാലെയാണ് ജനങ്ങൾ അവരുടെ കാലടികളെ അനുഗമിച്ച് നടന്നുവരുന്നത്.